കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ സ്കൂൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ തർക്കങ്ങൾക്കിടെ മുഖ്യമന്ത്രി VD സതീശന്റെ വാദങ്ങൾ തള്ളി മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രംഗത്ത്. സംസ്ഥാനത്തിന് ലഭിച്ച 99 കോടി രൂപ PM ശ്രീ പദ്ധതിയുടെ ഭാഗമല്ലെന്നും അത് സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് PM ശ്രീ സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള രാഷ്ട്രീയ തർക്കം അതിരൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുകയും ഫണ്ട് സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിലവിലെ സർക്കാർ മുന്നോട്ടു പോകാൻ നിർബന്ധിതരായതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാദിക്കുമ്പോൾ അതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ശക്തമായ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ആരോപിച്ച ശിവൻകുട്ടി സംസ്ഥാനത്തിന് ലഭിച്ച 99 കോടി രൂപ PM ശ്രീ പദ്ധതിയുടെ ഭാഗമല്ലെന്നും മറിച്ച് സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ കീഴിൽ ലഭിക്കേണ്ട തുകയാണെന്നും വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം തടഞ്ഞുവെച്ച ഈ ഫണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ ഉറച്ച നിലപാടെടുത്തതിനെ തുടർന്ന് ലഭ്യമായതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുൻ LDF സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ചേരാൻ തീരുമാനിക്കുകയോ പദ്ധതി നടത്തിപ്പിനായി സ്കൂളുകളുടെ പട്ടിക കേന്ദ്രത്തിന് കൈമാറുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ പദ്ധതിയുടെ ഒരു ഘട്ടം പോലും കേരളത്തിൽ ആരംഭിച്ചിട്ടില്ലെന്ന് ശിവൻകുട്ടി അവകാശപ്പെട്ടു. മാത്രമല്ല, കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടെങ്കിലും പിന്നീട് പദ്ധതി വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുകയും അത് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തുവെന്നും ഇതിന്റെ തെളിവുകളായി മന്ത്രിസഭാ യോഗത്തിൽ മിനിറ്റ്സുകൾ അടക്കമുള്ള രേഖകൾ നിലവിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ സർക്കാരുകൾ തുടർച്ചയാണെന്നും മുൻ സർക്കാർ ഒപ്പിട്ട കരാർ നിലനിൽക്കുന്നതിനാൽ അതിൽ നിന്ന് പിന്മാറുന്നത് നിയമപരമായ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടുന്ന നിലവിലെ സർക്കാർ പദ്ധതി നടത്തിപ്പ് പഠിക്കാൻ മന്ത്രി N ശംസുദ്ദീൻ അധ്യക്ഷനായി പ്രത്യേക മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. മുൻ പദ്ധതിയെ ശക്തമായി എതിർത്ത കോൺഗ്രസ് ഇപ്പോൾ BJPയുമായി ചേർന്ന് പോകാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ അത് വ്യക്തമാക്കണമെന്നും SSK ഫണ്ടിനെ PM ശ്രീ ഫണ്ടാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കരുതെന്നും LDF വിമർശിക്കുന്നു. പദ്ധതിയുടെ പേരിൽ ലഭിച്ച തുക ഏതാണെന്നും മുൻ സർക്കാരിന്റെ കരാർ ഒപ്പിടൽ എത്രത്തോളം ബാധകമാകുമെന്നും സംബന്ധിച്ച് ഇരുപക്ഷവും ഉന്നയിക്കുന്ന വാദങ്ങൾ സംസ്ഥാന വിദ്യാഭ്യാസ രംഗത്ത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത്.